ഏത് നായിന്റെ പോലാണ് കിടന്ന് തുടക്കം വരാതെ? നിന്റെ നാവായിപ്പോയി. നിങ്ങൾ അമിതമായി ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ? ദേഷ്യം വരിക എന്നുള്ളത് ഹ്യൂമൻ നേച്ചറാണ്. അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ അതിനെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നിടത്ത് ഒരാൾക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം സ്നേഹവും സന്തോഷവും നൽകാൻ സാധിക്കും. പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണം ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ദേഷ്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഇടയ്ക്കിടെ വഴക്കിടാറുണ്ടോ? പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് വല്ല നിശ്ചയമുണ്ടോ? അതിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, ലൈഫ് പാർട്ട്ണർ ആവട്ടെ, ആരുമായിക്കോട്ടെ, തമ്മിലുണ്ടാകുന്ന ഈ വഴക്കുകളിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ദേഷ്യം തുടക്കത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുമെങ്കിലും ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞാൽ അതിന് കുറവുണ്ടാവുകയും പിന്നീട് അത് ഓക്കെ ആയി മാറുകയും ചെയ്യും. പക്ഷെ ഇത്തരത്തിലുണ്ടാക്കുന്ന ഈ ദേഷ്യം റിലേഷൻഷിപ്പിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. പിന്നീട് അത് റിലേഷൻഷിപ്പുകളിൽ ഈഗോ ഉണ്ടാക്കുകയും ആ വ്യക്തിയോട് വെറുപ്പ് തോന്നുകയും ചെയ്യും. അങ്ങനെ അവർക്കിടയിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയും അവരുടെ ലൈഫിലുണ്ടായിരുന്ന പഴയ ഹാപ്പിനെസ് നഷ്ടപ്പെടുകയും ചെയ്യും. ദേഷ്യം വരുമ്പോൾ പരമാവധി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഡെയിലി എക്സസൈസ്, മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേഷ്യത്തെ പരമാവധി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.